ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു ടേക്ക് ഇറ്റ് ഈസി. നമുക്കിന്ന് 6ാം ക്ലാസ്സിലെ യൂണിറ്റ് 2-ൽ മൗസ്ട്രോനോട്ട് എന്നൊരു പാഠം കൂടി ബാക്കിയുണ്ട് അല്ലേ? ഓക്കെ, നമുക്ക് അതെന്താ നോക്കാം ഇന്ന് കേട്ടോ. ഓക്കെ, നോക്കിയേ. ഹാവ് യു എവർ ഡ്രീംഡ് ഓഫ് ഗോയിങ് ഓൺ എ ബിഗ് അഡ്വഞ്ചർ? നിങ്ങൾ എപ്പോഴെങ്കിലും വലിയൊരു അഡ്വഞ്ചർ അല്ലേ, എന്താണ് അഡ്വഞ്ചറസ് ട്രിപ്പ് എന്നൊക്കെ പറയില്ലേ? സാഹസിക യാത്ര പോകുന്നതിനെക്കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും സ്വപ്നം കണ്ടിട്ടുണ്ടോ? വാട്ട് ഡു യു തിങ്ക് ഇഫ് ഇറ്റ് വുഡ് ബി എ ട്രാവൽ ടു സ്പേസ്? ആ യാത്ര സ്പേസിലേക്കാണെങ്കിൽ എന്തായിരിക്കും? നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഫീൽ ചെയ്യുക? വാട്ട് ഇഫ് എ മൗസ് ഗോസ് ടു സ്പേസ്? ഒരു മൗസ്, എലി സ്പേസിലേക്ക് പോയാൽ എങ്ങനെയിരിക്കും? ലെറ്റ് us റീഡ് ദ സ്റ്റോറി. നമുക്ക് കഥ വായിക്കാം. ഓക്കെ, മൗസ്ട്രോനോട്ട്. എന്താ മൗസ്ട്രോനോട്ട് എന്നുള്ള വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ആസ്ട്രോനോട്ട് എന്ന് കേട്ടിട്ടുണ്ടാവും അല്ലേ? എന്താ ആസ്ട്രോനോട്ട് എന്ന് പറഞ്ഞാൽ? ബഹിരാകാശത്തേക്ക് പോകുന്ന ആൾക്കാർക്ക് പറയുന്നതാണ് ആസ്ട്രോനോട്ട് അല്ലേ? യെസ്. അപ്പം മൗസ്ട്രോനോട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബഹിരാകാശത്തേക്ക് പോയ മൗസ് ആയിരിക്കും അല്ലേ? യെസ്. നമുക്ക് സ്റ്റോറി നോക്കാമല്ലോ. സ്റ്റോറി എഴുതിയത് മാർക്ക് കെല്ലിയാണ്. ഓക്കെ, ദ സ്പേസ് ഷട്ടിൽ ഈസ് സെറ്റ് ഫോർ എ ലോഞ്ച്. എന്താ പറയുന്നത്? സ്പേസ് ഷട്ടിൽ, ബഹിരാകാശ പേടകം ലോഞ്ച് ചെയ്യാൻ വേണ്ടി, വിക്ഷേപണത്തിന് വേണ്ടി റെഡി ആയിരിക്കുകയാണ്. ആൻഡ് ദ ആസ്ട്രോനോട്ട്സ് ആർ ഡൂയിങ് ദെയർ ലാസ്റ്റ് മിനിറ്റ് ട്രെയിനിങ് ടു പ്രിപ്പയർ ഫോർ ദ മിഷൻ. ആസ്ട്രോനോട്ട്സ് എല്ലാവരും എന്താണ് അവരുടെ ലാസ്റ്റ് മിനിറ്റ് ട്രെയിനിങ്, എന്തെങ്കിലുമൊക്കെ ലാസ്റ്റായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവില്ല, എന്തെങ്കിലും ഫൈനലായിട്ട് എന്തെങ്കിലും എടുക്കാൻ വിട്ടുപോയോ എന്നൊക്കെയുള്ള ഫൈനൽ ചെക്കിങ് നടക്കലായിരുന്നു മിഷന് പ്രിപ്പയർ ആകാൻ വേണ്ടിയിട്ട്. നാസ ഈസ് സെൻഡിങ് അലോങ് സം സ്പെഷ്യൽ ഗസ്റ്റ്സ് ഫോർ ദിസ് ഫ്ലൈറ്റ് ആൻഡ് ദേ ആർ ട്രെയിനിങ് ടു. എന്താ പറയുന്നത്? നാസയാണ് ഇത് വിടുന്നത് അല്ലേ? ഓക്കെ, നാസ എന്താണെന്ന് അറിയില്ല എല്ലാവർക്കും? നാസ എന്ന് പറയുന്നത് എന്താണ്? അമേരിക്കയുടെ സ്പേസ് ഏജൻസിയാണ് നാസ കേട്ടോ. ഇന്ത്യക്കും ഉണ്ട് അതുപോലെ ഒന്ന്. ഏതാണ്? ഇസ്രോ അല്ലെ? ISRO, ഇസ്രോ എന്ന് പറയും. ഓക്കെ, ഇന്ത്യയുടെയാണ്. അതുപോലെ അമേരിക്കയുടെ നാഷണൽ, അതായത് ബഹിരാകാശത്തേക്ക് വിടുന്ന ഒരു ഏജൻസിയാണ് എന്താണ്? നാസ. ഓക്കെ, അപ്പോൾ എന്താ പറയുന്നത്? അവർ നാസ ഇവരുടെ ഈ ആസ്ട്രോനോട്ട്സിൻ്റെ കൂടെ കുറച്ച് സ്പെഷ്യൽ ഗസ്റ്റുകളെ കൂടെ അവരുടെ കൂടെ വിടുന്നുണ്ട്. അവരെയും ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആരാ സ്പെഷ്യൽ ഗസ്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, വൺ മൗസ് ഇസ് സ്മോളർ ദാൻ ഓൾ ദ റെസ്റ്റ്. ഹിസ് നെയിം ഈസ് മെറ്റിയോർ. ഒരു എലി, ഒരു മൗസ് ബാക്കിയുള്ള എലികളെക്കാൾ ഏറ്റവും ചെറുതാണ്. ഓക്കെ, അവൻ്റെ പേരാണ് മെറ്റിയോർ. ഓക്കെ, ആക്ച്വലി മെറ്റിയോർ എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഉൽക്കയാണ്. നമ്മൾ ഉൽക്ക എന്ന് കേട്ടില്ല, അതാണ്. ഓക്കെ, ഇവിടെ പക്ഷേ അതല്ല, ഇവിടെ ആ എലിക്ക് കൊടുത്ത പേരാണ് മെറ്റിയോർ കേട്ടോ. The other mice know he won't be chosen for this important mission. ബാക്കിയുള്ള എലികൾക്കെല്ലാം അറിയാം എന്ത്, ഈ മെറ്റിയോർ എന്തായാലും ഈ മിഷന് വേണ്ടി സെലക്ട് ആവില്ല എന്ന്. ഓക്കെ, അവിടെ നോക്കൂ, മൗസ് ഉണ്ട്, മൈസും ഉണ്ട്. എന്താ വ്യത്യാസം? മൗസ് എന്ന് പറഞ്ഞാൽ ഒരു എലിക്ക് മൗസ് എന്ന് പറയും. അതിൻ്റെ പ്ലൂരലാണ് മൈസ്. ഓക്കെ, എലികൾ എന്നുള്ളതാണ് മൈസ്. ഓക്കെ, ഇനിയോ, ബട്ട് സംവൺ ഹാസ് ഹിസ് ഐ ഓൺ മെറ്റിയോർ. പക്ഷെ ആർക്കോ ഒരാൾക്ക് മെറ്റീരിയലിൻ്റെ മേലെ ഒരു കണ്ണുണ്ടായിരുന്നു. മീൻസ് അയാൾ ഈ മെറ്റീരിയലിനെ ആരോ ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഹീ ഈസ് ഇംപ്രസ്ഡ് വിത്ത് ദ ലിറ്റിൽ മൗസ് ഹാർഡ് വർക്ക്. അതിലൊരാൾ ഇവനെ ഈ ഒരു ചെറിയ എലിയെ മെറ്റീരിയലിനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് അയാൾക്ക് ഇവൻ്റെ ചെറിയ എലിയുടെ ഹാർഡ് വർക്ക്, അവൻ്റെ എന്താണ് വളരെ ശ്രമകരമായിട്ടുള്ള ആ വർക്ക് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഹീസ് ഇംപ്രസ്ഡ്, അവൻ വളരെ ഇംപ്രസ്ഡ് ആയ അയാൾ. ഓക്കെ, the shuttle commander announces that 6 mice will be selected for the flight. അപ്പോൾ ഷട്ടിൽ കമാൻഡർ പറഞ്ഞു 6 എലികളെയും കൂടി നമ്മുടെ കൂടെ കൂട്ടുന്നുണ്ടെന്ന് ഷട്ടിൽ കമാൻഡർ പറഞ്ഞു. ഹി പിക്സ് 5 ഓഫ് ദ ബിഗ്ഗസ്റ്റ് സ്ട്രോങ്ങസ്റ്റ് മൈസ്. 6 സ്ട്രോങ് ആയിട്ടുള്ള ബിഗ് ആയിട്ടുള്ള 5 എലികളെ സെലക്ട് ചെയ്തു. 5 എലികളെ സ്ട്രോങ് ബിഗ് ആയിട്ടുള്ളവരെ സെലക്ട് ചെയ്തു. ബട്ട് ഫോർ ദ 6th സ്പോട്ട്, 6ാമനായിട്ട്, ടു എവറി വൺ സർപ്രൈസ് ഹി ചൂസ് മെറ്റിയോർ. എന്താണ്? എല്ലാവരെയും സർപ്രൈസ് ചെയ്യിച്ചുകൊണ്ട് 6ാമനായിട്ട് എന്താണ് ഷട്ടിലിൻ്റെ കമാൻഡർ സെലക്ട് ചെയ്തത് കുഞ്ഞായ മെറ്റിയോറിനെയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും സർപ്രൈസ്ഡ് ആയി. ഓക്കെ, അതിനകത്തൊരു ക്വസ്റ്റ്യൻ കണ്ടോ? വൈ ഡിഡ് ദ അതർ മൈസ് തിങ്ക് മെറ്റിയോർ വുഡ് നോട്ട് ബി ചോസൺ ഫോർ ദ മിഷൻ? എന്തുകൊണ്ടാണ് മറ്റ് എലികൾ ചിന്തിച്ചത് മെറ്റിയോറിനെ എന്തായാലും ഈ മിഷന് വേണ്ടി ചൂസ് ചെയ്യില്ല എന്ന് മറ്റ് എലികൾ ചിന്തിച്ചത് എന്തുകൊണ്ടാണ്? The other mice thought Meteor would not be chosen for the mission because he was smaller than all the other mice. എന്തുകൊണ്ടാണ്? അവൻ എല്ലാവരെക്കാളും ചെറിയ എലി ആയതുകൊണ്ടാണ് ബാക്കിയുള്ള എലികൾ വിചാരിച്ചത് അവനെ മെറ്റിയോറിനെ എന്തായാലും സെലക്ട് ചെയ്യില്ല എന്ന് മറ്റെലികൾ ചിന്തിച്ചത് കേട്ടോ. The other mice thought Meteor would not be chosen for the mission because he was smaller than all the other mice. Okay.
ഓക്കെ, എന്നിട്ട് നോക്കൂ. ഓൾ 6 ആർ ടേക്കൺ ടു ദെയർ ന്യൂ ഹോം, എ സ്പെഷ്യൽ കേജ് കോൾഡ് ദ മൗസ് ഹോട്ടൽ. എന്താണ്, ഈ 6 എലികളെയും മൗസ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചെറിയ വേറൊരു കേജിലേക്ക്, ഒരു കൂട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി, അവരെ കൊണ്ടുപോയി അതിനകത്ത് ഇട്ടു. ഓക്കെ. ദ അതർ മൈസ് ആർ നെർവസ് ആസ് ദ കൗണ്ട് ഡൗൺ ബിഗിൻസ് ബട്ട് നോട്ട് മെറ്റിയോർ. ബാക്കി എലികളെല്ലാം ഭയങ്കര നെർവസായി, പേടിയായി അല്ലേ. കൗണ്ട് ഡൗൺ തുടങ്ങി. എന്താ കൗണ്ട് ഡൗൺ? 10, 9, 8, 7. കണ്ടില്ലേ, റോക്കറ്റ് വിടുന്ന കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ട്, ടി വിയിലെല്ലാം കണ്ടിട്ടുണ്ടാവില്ലേ? അതിലങ്ങനെ എണ്ണയിട്ട് 10 എണ്ണയിട്ട് ലാസ്റ്റ് 1 കഴിഞ്ഞ് ലിഫ്റ്റ് ഓഫ് എന്ന് പറയുമ്പോഴാണ് റോക്കറ്റ് മേലേക്ക് പോവുക കേട്ടോ. അത് തുടങ്ങിയപ്പോൾ, ആ കൗണ്ട് ഡൗൺ തുടങ്ങിയപ്പോൾ തന്നെ ബാക്കി എലികൾക്കെല്ലാം പേടിയായി. പക്ഷേ മെറ്റിയോറിന് പേടിയായിട്ടേ ഇല്ല. ഓക്കെ. അറ്റ് ഫസ്റ്റ് ദ മൈസ് ആർ പ്രസ്ഡ് ഫ്ലാറ്റ് അഗെയിൻസ്റ്റ് ദെയർ കേജസ് by the power of the launch. But then the pressure goes away. The other mice cling to their cage in terror. എന്താണ്, വളരെ ശക്തിയായ പ്രഷറോട് കൂടിയാണ് റോക്കറ്റ് മുമ്പോട്ട് കുതിക്കുക അല്ലേ. മേലോട്ട് കുതിക്കുമ്പോൾ താഴോട്ടേക്ക് ശക്തിയായ പ്രഷർ ഉണ്ടാവും അല്ലേ. ആ ശക്തി കൊണ്ട് എലികളെല്ലാം കൂടിയിട്ട് കേജിൻ്റെ പിൻവശത്തേക്ക് പോയിട്ട് അവിടെ പറ്റി പിടിച്ചിരുന്നു. ഓക്കെ. അവരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് തെറിച്ച് അവിടെ പോയി ഫ്ലാറ്റായി, പ്രസ്സായി പോയായിപ്പോയി. ഇപ്പം നമ്മളൊരു കാറ് ശക്തിയിൽ സ്റ്റാർട്ട് ചെയ്യുമ്പം നമ്മളെങ്ങോട്ട് പുറകോട്ടായില്ലേ, അതുപോലെ എല്ലാ എലികളും പുറകോട്ടേക്ക് ആയിപ്പോയി. ഓക്കെ. ബട്ട് ദെൻ ദ പ്രഷർ ഗോസ് അവേ. അങ്ങനെ ഇത് റോക്കറ്റ് മേലോട്ട് പോകുന്നതിന് ആ പ്രഷർ കുറഞ്ഞു വന്നു. ദ അതർ മൈസ് ക്ലിങ് ടു ദെയർ കേജ് ഇൻ ടെറർ. ബാക്കിയുള്ള എലികളൊക്കെ പേടിച്ചിട്ട് അവരവരുടെ കേജിൽ ഇങ്ങനെ പറ്റി പിടിച്ചിരുന്നു. ഓക്കെ. ബട്ട് നോട്ട് മെറ്റിയോർ. ഹി ലവ്സ് ദ ഫീലിംഗ് ഓഫ് വെയ്റ്റ്ലെസ്നെസ്. ബാക്കി എല്ലാ മൗസും പേടിച്ചിരിക്കലാണ് അല്ലേ. പക്ഷേ മെറ്റിയോർ പേടിച്ചിട്ടില്ല. അവൻ ആ വെയ്റ്റ് ഇല്ലാത്ത അവസ്ഥ വളരെ ഇഷ്ടമായി അല്ലേ. എന്താ വെയ്റ്റ്ലെസ്നെസ് എന്ന് പറയുന്നത്? സ്പേസിൽ വെയിറ്റ് ഉണ്ടാവില്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. സ്പേസിലേക്ക് പോകുന്നതിന് നമ്മുടെ വെയിറ്റ് ഇല്ലാതാവുന്ന പോലെ, ഇങ്ങനെ ആകാശത്തിൽ പൊങ്ങി കിടക്കുന്ന പോലെ തോന്നുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ Hey little guy, the commander says, you are a natural, a real live mousetronaut. എന്താ പറയുന്നത്? ഹേ ലിറ്റിൽ ഗൈ. ചെറിയ എലിയെ വിളിക്കലാണ് അല്ലേ. ചെറിയതാണ് മെറ്റിയർ, വളരെ ചെറുതാണ് മെറ്റിയർ. സോ മെറ്റിയറിനെ വിളിക്കലാണ് ഹേ ലിറ്റിൽ ഗൈ. എന്താ പറയുന്നത്? യു ആർ എ നാച്ചുറൽ എന്ന് വെച്ചാൽ നിങ്ങൾ മിടുക്കനാണ്, നിങ്ങൾ വളരെ മിടുക്കനായ എ റിയൽ ലൈവ് മൗസ്ട്രോനോട്ടാണ്. നിങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു ആസ്ട്രോനോട്ടിൻ്റെ മൗസ് ആയതുകൊണ്ട് മൗസ്ട്രോനോട്ടായി കേട്ടോ. ബഹിരാകാശത്ത് പോകുന്ന ആളാണ് ആസ്ട്രോനോട്ട്. അതൊരു മൗസ് ആയതുകൊണ്ട് മൗസ്ട്രോനോട്ട് എന്ന് വിളിക്കലാണ്. സോ റിയൽ ആയിട്ട് ഒരു മൗസ്ട്രോനോട്ടായിട്ട് ജനിക്കേണ്ട ആളായിരുന്നു നിങ്ങൾ. സോ യു ആർ എ നാച്ചുറൽ. യു ആർ വെരി ഗുഡ് അറ്റ് സംതിങ്. ഓക്കെ. നിങ്ങൾ വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആളാണ്. അതുകൊണ്ട് നിങ്ങളാണ് യഥാർത്ഥത്തിലൊരു മൗസ്ട്രോനോട്ട് എന്ന് വിളിക്കലാണ്. ഓക്കെ. കമാൻഡർക്ക് വളരെ ഇഷ്ടമായി അവനെ. ഓക്കെ. മെറ്റിയോർ ഈസ് ടേക്കൺ ഫ്രം ഹിസ് കേജ് ആൻഡ് ഗെറ്റ്സ് എ ടൂർ ഓഫ് ദ ഷട്ടിൽ. ആ കേജിൻ്റെ ഉള്ളിൽ നിന്ന് അയാളെ മെറ്റിയോറിന് പുറത്തെടുത്തു. ബാക്കിയെല്ലാം മൈസും ഇതിനകത്തുള്ളത് ആ കേജിൻ്റെ ഉള്ളിലാണുള്ളത്. പക്ഷേ മെറ്റിയോറിനെ അതിൻ്റെ അകത്ത് പുറത്തെടുത്തിട്ട് ആ ഷട്ടിൽ എന്ന് പറഞ്ഞാൽ ആ ബഹിരാകാശ വാഹനം അല്ലേ, അതിൻ്റെ ഉള്ളിൽ മുഴുവൻ അവനെ കൊണ്ട് നടത്തി. ഹി ക്യാൻ ഈവൻ സീ ദ എർത്ത് വേ ഓഫ് ഇൻ ദ ഡിസ്റ്റൻസ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് ശരിക്കും അങ്ങ് ദൂരെ ഏർത്ത് വരെ കാണാൻ പറ്റി അതിൻ്റെ ഉള്ളിൽ നിന്ന് ആർക്ക്? മെറ്റിയോറിന്. ഓക്കെ. The astronauts are all very busy during the 14-day flight. ഓക്കെ. 14 ദിവസത്തെ യാത്രയാണ്. അപ്പം ആസ്ട്രോനോട്ട്സ് എല്ലാം വളരെ ബിസിയാണ്. ഓക്കെ. എന്താ പറയുന്നത്? ദർ ആർ സ്പേസ് വാക്സ് ടു ടേക്ക്. അവിടെ സ്പേസ് വാക്സ് ചെയ്യണ്ട അല്ലേ. സ്പേസ് വാക്സ് എന്ന് പറഞ്ഞാൽ ആ സ്പേസ് ഷട്ടിലിൻ്റെ പുറത്ത്, സ്പേസിലെത്തിയതിന് ശേഷം ആ ഷട്ടിൽ, ആ വണ്ടിയുടെ ബഹിരാകാശ വാഹനത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവർക്ക് അവിടെ എന്തൊക്കെ നടന്നിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടാവും അവിടെ ബഹിരാകാശ പുറത്ത്. ഓക്കെ. പിന്നെയോ ആൻഡ് എക്സ്പെരിമെൻറ്റ്സ് ടു കണ്ടക്ട്. ഒരുപാട് പരീക്ഷണങ്ങൾ അവിടെ അവർക്ക് നടത്താനുണ്ട്. ബട്ട് വാട്ട് ക്യാൻ മെറ്റിയോർ ടു ഡു ടു ഹെൽപ്പ്? അവിടെ മെറ്റിയോറിൻ്റെ ഡ്യൂട്ടി എന്തായിരിക്കും അല്ലേ? Then, while answering emails, one of the astronauts notices the key to the control panel stuck between the monitors. അപ്പോൾ ഇമെയിൽസൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, അതിനൊക്കെ മറുപടി കൊടുത്തുകൊണ്ടിരിക്കലാണ് ഒരു ആസ്ട്രോനോട്ട്. ഓക്കെ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അയാൾ നോട്ടീസ് ചെയ്തത് അതിൽ ഒരു മെയിനായിട്ടുള്ള ഒരു കൺട്രോൾ പാനലിൻ്റെ ഒരു കീ അവിടെ സ്റ്റക്കായിരിക്കലാണെന്ന് അവർ കണ്ടു. ഓക്കെ. മോണിറ്റേഴ്സിൻ്റെ ഇടയ്ക്ക് സ്റ്റക്കായിരിക്കലാണ്. ഓക്കെ. വെൻ ഹി ട്രൈസ് ടു ഗെറ്റ് ഇറ്റ് ഔട്ട്, ഇറ്റ് ആക്സിഡൻ്റലി ഗെറ്റ്സ് വെഡ്ജ്ഡ് ഫാദർ ഡൗൺ. എന്താണ് കീ, ആ താക്കോൽ അവിടെ കുടുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു 2 മോണിറ്ററിൻ്റെ ഇടക്കായിട്ട്. അയാൾ അതിനെ എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് പറ്റി? പെട്ടെന്ന് ആ താക്കോല്
അതിൻ്റെ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കുടുങ്ങി വീണുപോയി. ഓക്കെ, കുറച്ചുകൂടി താഴോട്ടേക്ക് അങ്ങ് വീണുപോയി. ഓക്കെ, വെഡ്ജ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, അകപ്പെടുക, അതിൻ്റെ ഉള്ളിലേക്ക് അകപ്പെട്ടു പോയി, കുറച്ചുകൂടി ഉള്ളിലേക്ക് അങ്ങ് വീണുപോയി. ഓക്കെ, എന്നിട്ടോ ദിസ് ഈസ് ഇൻ ഗുഡ് സേസ് ദ കമാൻഡ്. ഓ, ഇത് എന്നാ ഇപ്പോൾ ചെയ്യുക. ഓ, ദിസ് ഈസ് ഇൻ ഗുഡ്, ഇത് നല്ല കാര്യമല്ല, കമാൻഡർ പറയലാണ്. ഓക്കെ, വി നീഡ് ദാറ്റ് കീ ബാക്ക്. എങ്ങനെയും നമുക്ക് ആ കീ തിരിച്ച് കിട്ടിയേ പറ്റുള്ളൂ. വൺ ആസ്ട്രോനോട്ട് ട്രൈസ് ടു മൂവ് ദ മോണിറ്റർ, ഇറ്റ് ഡസൻ ബഡ്ജ്. എന്ത് ചെയ്തു, ഒരു ആസ്ട്രോനോട്ട് എന്ത് ചെയ്തു, ആ ഒരു മോണിറ്ററിനെ പതുക്കെ നീക്കാൻ വേണ്ടി നോക്കി. എന്നിട്ടോ അത് നീങ്ങിയതേ ഇല്ല. ഓക്കെ, ഇറ്റ് ഡസൻ ബഡ്ജ്. ബഡ്ജ് എന്ന് പറഞ്ഞാൽ ഇളകുക, അത് ഇളകിയതേ ഇല്ല. ഓക്കെ, അയാൾ ശ്രമിച്ചിട്ടും അത് ഇളക്കാനായിട്ട് പറ്റിയില്ല. ഓക്കെ ഓക്കെ അതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ കണ്ടോ. എന്താ ക്വസ്റ്റ്യൻ? വാട്ട് ഡിഡ് മെറ്റിയോർ ഫീൽ ഡ്യൂറിങ് ദ ലോഞ്ച് ഓഫ് ദ സ്പേസ് ഷട്ടിൽ? ആ സ്പേസ് ഷട്ടിലിൻ്റെ ലോഞ്ചിൻ്റെ സമയത്ത് മെറ്റിയോറിന് എന്താണ് തോന്നിയത്? മെറ്റിയോർ ഫെൽറ്റ് ഹാപ്പി ബിക്കോസ് ഹീ എൻജോയ്ഡ് വെയ്റ്റ്ലെസ്നെസ്. അല്ലേ, മെറ്റിയോറിന് ഭയങ്കര സന്തോഷമാണ് തോന്നിയത് ബിക്കോസ് അവൻ ആ വെയിറ്റ് ഇല്ലാത്ത അവസ്ഥ വളരെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, മെറ്റിയോർ ഫെൽറ്റ് ഹാപ്പി ബിക്കോസ് ഹീ എൻജോയ്ഡ് വെയ്റ്റ്ലെസ്നെസ്. ഓക്കെ, എന്നിട്ട് നോക്കൂ, another slips her fingers into the crack. എന്താ ചെയ്തത്? വേറൊരാൾ അവളുടെ കൈ ആ ക്രാക്കിൽ, ആ ഓട്ടയുടെ ഉള്ളിലേക്ക് ഇട്ട് നോക്കി. ബട്ട് ദ കീ ഈസ് സ്റ്റക്ക് ഡൗൺ ടു ഡീപ്പ്. പക്ഷേ ആ കീ, താക്കോല് ഒരുപാട് അടിയിലാണുള്ളത്. അല്ലേ, അത് ഏറ്റവും അടിയിലേക്ക് പോയിട്ടാണുള്ളത്. വൺ ഈവൻ ട്രൈസ് പുഷിങ് ഇറ്റ് ഔട്ട് വിത്ത് എ ലോങ് പീസ് ഓഫ് മെറ്റൽ. വേറൊരാൾ വലിയൊരു പീസ് മെറ്റൽ എടുത്ത് കൊടുത്തിട്ട് അതിനെ തട്ടി എടുക്കാൻ നോക്കി. ബട്ട് വിത്ത് നോ ലക്ക്. എന്താണ്, അതിനെ കൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടായില്ല. ബട്ട് വിത്ത് നോ ലക്ക്, അതൊന്നും ഒരു ഭാഗ്യമായി മാറില്ല. ദാറ്റ് മീൻസ് അവർക്ക് എന്നിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. നോ വൺ ക്യാൻ റീച്ച് ഇറ്റ്. അവർക്ക് ആർക്കും അത് തൊടാൻ പോലും പറ്റിയില്ല. ദ ആസ്ട്രോനോട്ട്സ് ആർ ഗെറ്റിംഗ് വറീഡ്. ആസ്ട്രോനോട്ട്സിനെല്ലാം ഭയങ്കര ടെൻഷനായി. ആ താക്കോല് കിട്ടിയേ തീരുള്ളൂ, കാരണം അവരുടെ മെയിൻ ആയിട്ടുള്ള സെർവർ റൂമിൻ്റെ താക്കോലാണത്. അല്ലേ, ബട്ട് ആസ് ദേ ഡിസ്കസ് ദ പ്രോബ്ലം, എ ടൈനി ഫിഗർ ഹാസ് ആൻ ഐഡിയ. ബീയിങ് ദ സ്മോളസ്റ്റ് ഈസിൻറ്റ് എ ബാഡ് തിങ്, മെറ്റിയോർ സേസ് ടു ഹിംസെൽഫ്. അവരിങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ ആൾക്ക് ഒരു ഐഡിയ വന്നു. അയാൾ പറഞ്ഞു, എന്ത്, ബീയിങ് ദ സ്മോളസ്റ്റ് ഈസിൻറ്റ് എ ബാഡ് തിങ്. ഏറ്റവും ചെറുതായത് ഏറ്റവും മോശം കാര്യമൊന്നും അല്ല എന്ന് അവൻ സ്വന്തം പറഞ്ഞുകൊണ്ട് എന്തോ ഒരു ഐഡിയ ആയിട്ട് നമ്മുടെ മെറ്റിയോർ അവരുടെ അടുത്തെത്തി. മേ ബി ഐ ക്യാൻ ബി യൂസ്ഫുൾ ഓൺ ദിസ് ഫ്ലൈറ്റ്. എന്താ പറയുന്നത്? മേ ബി ഐ ക്യാൻ ബി യൂസ്ഫുൾ ഓൺ ദിസ് ഫ്ലൈറ്റ്. മെറ്റിയോർ സ്ക്യൂസസ് ഹിസ് വേ ഇൻ ടു ദ ക്രാക്ക്. മെറ്റിയോർ പറഞ്ഞു, മേ ബി ചിലപ്പോൾ എനിക്ക് ഇവിടെ സഹായിക്കാൻ കഴിഞ്ഞേക്കും. ഓക്കെ, ഞാനിവിടെ ഒരു സഹായമായി മാറിയേക്കും. എന്താണ്, മെറ്റിയോർ ആ എലിക്ക് എവിടെ വേണമെങ്കിലും ചുരുണ്ട് കയറാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇത് കുഞ്ഞൻ എലിയാണ്. അവൻ എന്ത് ചെയ്തു, ആ ചെറിയ ഓട്ടനുള്ളിൽ കൂടി വലിഞ്ഞുള്ളിൽ കയറി. ഓക്കെ, സ്ക്യൂസ് ചെയ്ത് ഉള്ളിൽ കയറി. ഓക്കെ എന്തി വലിഞ്ഞുള്ളിൽ കയറി. എന്നിട്ടോ ദ സ്പേസ് ഈസ് ഡാർക്ക് ആൻഡ് ക്രാംഡ്. But Meteor spots the key and tugs at it with all his might. എന്താ ചെയ്തത്? അതിൻ്റെ ഉള്ളിൽ ഭയങ്കര ഇടുങ്ങിയ സ്ഥലമായിരുന്നു. അല്ലേ, ഭയങ്കര ഡാർക്കും ആയിരുന്നു, വളരെ ഇടുങ്ങിയതായിരുന്നു. ഓക്കെ, ക്രാംഡ് എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയെന്നാണ്. ഓക്കെ, പക്ഷേ മെറ്റിയോർ എന്ത് ചെയ്തു, ആ ഇടുങ്ങിയ സ്ഥലത്ത് നിന്ന് ഇരുട്ടായിട്ട് കൂടി മെറ്റിയോർ അതിൻ്റെ ഉള്ളിൽ നമ്മുടെ ആ കീ കണ്ടുപിടിച്ചു. ഓക്കെ, അത് എലികളുടെ പ്രത്യേകതയാണ്. അല്ലേ, എത്ര ഇരുട്ടിൽ അവരവരുടെ കാര്യങ്ങൾ കണ്ടുപിടിക്കും. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, ആൻഡ് ടഗ്സ് അറ്റ് ഇറ്റ് എന്ന് വെച്ചാൽ അതിനെ വലിച്ചിങ്ങെടുത്തു. ഓക്കെ, അവനെ കൊണ്ടാവുന്ന ശക്തിയിൽ അവൻ അതിനെ വലിച്ചിങ്ങെടുത്തു. ഹേ ലുക്ക് അറ്റ് വാട്ട് അവർ ടൈനി ഫ്രണ്ട് ഹാസ് ഡൺ. അപ്പോൾ കമാൻഡർ ഒച്ചത്തിൽ പറയണം, നോക്ക് നമ്മുടെ കുഞ്ഞ് ഫ്രണ്ട് എന്താ നമുക്ക് വേണ്ടി ചെയ്തത് നോക്ക് എന്ന് പറയലാണ്. ഓക്കെ, ദ കമാൻഡർ സേസ് ഹി ഹാസ് സേവ്ഡ് ദ മിഷൻ. നോക്ക്, അവൻ നമ്മുടെ ഈ മിഷൻ തന്നെ രക്ഷിച്ചു. ഇല്ലെങ്കിൽ ആ താക്കോല് പോയതോടുകൂടി ഫുൾ പ്രശ്നമാകുമായിരുന്നു. പക്ഷേ ആ ലിറ്റിൽ ആ ടൈനി ഫ്രണ്ട് അല്ലെങ്കിൽ ആ ചെറിയ എലി, അല്ലേ, അവൻ മെറ്റിയോർ നമ്മുടെ ഈ മിഷൻ തന്നെ ഹെൽപ്പ് ചെയ്തു, രക്ഷിച്ചു എന്നാണ് ആര് പറയുന്നത്? കമാൻഡർ പറയുന്നത്. ഓക്കെ, അതിൻ്റെ അകത്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് നോക്കി. വൈ ഡസ് മെറ്റിയോർ ബിലീവ് ദാറ്റ് ബീയിങ് ദ സ്മോളസ്റ്റ് ഈസ് ഇൻ എ ബാഡ് തിങ്? എന്താ പറയുന്നത്? ചെറുതായിരിക്കുന്നത് അത്ര മോശം കാര്യമൊന്നും അല്ല എന്ന് മെറ്റിയോർ ചിന്തിക്കാൻ കാരണം എന്താണ്? മെറ്റിയോർ ബിലീവ്ഡ് ദാറ്റ് ബീയിങ് ദ സ്മോളസ്റ്റ് isn't a bad thing because his small size helped him squeeze into the crack and save the mission. ഓക്കെ, അവൻ്റെ ചെറിയ സൈസ് കൊണ്ടാണ് അവൻ അതിൻ്റെ ഉള്ളിൽ കയറാനും എന്നിട്ട് ആ താക്കോലെടുക്കാനും ആ മിഷനെ തന്നെ സേവ് ചെയ്യാനും പറ്റിയത്. ഓക്കെ, എന്നിട്ട് നോക്കൂ. When the shuttle returns to Earth, Meteor is declared a hero.
അങ്ങനെ മിഷനെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഭൂമിയിലേക്ക് എത്തിയല്ലേ. അപ്പോഴോ മെറ്റിയോറിനെ അവരൊരു ഹീറോ ആയിട്ട് ഡിക്ലെയർ ചെയ്തു. ഓക്കെ, അവരെല്ലാവരും കൂടി പ്രഖ്യാപിച്ചു മെറ്റിയോർ ഒരു ഹീറോ ആണെന്ന് പറഞ്ഞു. ഓക്കെ, ഹീ ഈസ് ഈവൺ ഗിവൺ എ ബ്രാൻഡ് ന്യൂ യൂണിഫോം. അവനൊരു സ്പെഷ്യൽ ഒരു ബ്രാൻഡ് ന്യൂ ആയിട്ടുള്ള ഒരു യൂണിഫോം തന്നെ അവർ കൊടുത്തു. ആൻഡ് ആൻ ഒഫീഷ്യൽ ടൈറ്റിൽ മൗസ്ട്രോനോട്ട്. എന്താണ്? മൗസ്ട്രോനോട്ട് എന്നുള്ള ഒരു ഒഫീഷ്യൽ നെയിമും കൂടി കൊടുത്തു. എന്താ മൗസ്ട്രോനോട്ട്? ആസ്ട്രോനോട്ട് എന്ന് പറഞ്ഞാൽ സ്പേസിൽ പോകുന്ന ആരാണോ അയാളാണ് ആസ്ട്രോനോട്ട് അല്ലേ. മൗസ് ആയ ആസ്ട്രോനോട്ട് സ്പേസിൽ പോകുമ്പോഴത്തേക്കും അയാളുടെ പേര് മൗസ്ട്രോനോട്ട് എന്നായി കേട്ടോ. അത്രയേ ഉള്ളൂ. ഓക്കെ, എന്നിട്ടോ ഓൾ ദി ആസ്ട്രോനോട്ട്സ് ചിയർ ആൻഡ് അപ്ലോഡ്. എല്ലാ ബഹിരാകാശ യാത്രക്കാരെല്ലാ ആസ്ട്രോനോട്ട്സും വളരെ സന്തോഷത്തോടെ കൈയടിച്ചു സന്തോഷിപ്പിച്ചു, അവനെ പ്രോത്സാഹിപ്പിച്ചു. ബട്ട് മെറ്റിയോർ ഈസ് ഓൾറെഡി തിങ്കിങ് അബൌട്ട് ഹിസ് നെക്സ്റ്റ് ബിഗ് മിഷൻ. അതിലൊന്നും അവൻ സന്തോഷം കണ്ട. അയാൾ മെറ്റിയോർ ഓൾറെഡി അടുത്ത അവൻ്റെ മിഷൻ എപ്പോഴായിരിക്കും എന്ന് ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, സോ അതാണ് ഈ സ്റ്റോറി. ഓക്കെ, നൈസ് സ്റ്റോറി അല്ലേ. സോ അതിനകത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ലാസ്റ്റുള്ള ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് റിവാർഡ്സ് വെർ മെറ്റിയോർ റിസീവ്ഡ് അറ്റ് ദ എൻഡ്? എന്ത് റിവാർഡാണ് മെറ്റിയോറിന് അവസാനം കിട്ടിയത്? അറ്റ് ദി എൻഡ് മെറ്റിയോർ വാസ് ഡിക്ലെയർഡ് എ ഹീറോ, given a brand new uniform and an official title മൗസ്ട്രോനോട്ട്. ഓക്കെ, എന്തൊക്കെയാണ് കൊടുത്തത്? അവസാനം മെറ്റിയോറിന് ഒരു ഹീറോയെ ഡിക്ലെയർ ചെയ്തു, പിന്നെ ഗിവൺ എ ബ്രാൻഡ് ന്യൂ യൂണിഫോം, ഒരു പുതിയ യൂണിഫോം കൊടുത്തു, പിന്നെ ഒരു ഒഫീഷ്യൽ ടൈറ്റിലായ മൗസ്ട്രോനോട്ട് എന്നുള്ള ടൈറ്റിലും അവന് കൊടുത്തു. ഓക്കെ, ഇത്രയേ ഉള്ളൂ ആ പാഠം കേട്ടോ. ഇനി ഇതിൻ്റെ ആക്ടിവിറ്റീസാണ് നോക്കാമല്ലോ നമുക്ക്. അടുത്ത നോക്കി ആദ്യത്തെ ആക്ടിവിറ്റി, ലുക്ക് കെയർഫുള്ളി അറ്റ് ദ പിക്ചേഴ്സ് ഫ്രം ദ സ്റ്റോറി. വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഈച്ച് സീൻ? റൈറ്റ് 2 sentences ഇൻ യുവർ ഓൺ വേർഡ്സ്. ഓക്കെ, ആ ചിത്രം നോക്കിയിട്ട് നമ്മുടെ ടെക്സ്റ്റിൽ നോക്കിയിട്ട് ആ സീനിൽ എന്താണോ സംഭവിക്കുന്നത് ഒരു 2 സെൻറ്റൻസ് നമ്മുടെ സ്വന്തം വേർഡ്സിൽ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, ആദ്യത്തെ പിക്ചർ നോക്കിയേ. ദ ഷട്ടിൽ കമാൻഡർ ചൂസസ് മെറ്റിയോർ ഫോർ ദ മിഷൻ. ഷട്ടിൽ കമാൻഡർ മെറ്റിയോറിനെ ചൂസ് ചെയ്തു. വെൻ മെറ്റിയോർ വാസ് സെലക്റ്റഡ് ഫോർ ദ മിഷൻ എവ്രി വൺ വാസ് സർപ്രൈസ്ഡ്. അല്ലേ, എല്ലാവരും സർപ്രൈസായി. ഓക്കെ, അടുത്ത ചിത്രം നോക്കിയേ. എന്താണത്? The other mice are nervous as the countdown begins, but not Meteor. ബാക്കി എല്ലാ എലികളും പേടിച്ചിരിക്കലാണ് ആ കൗണ്ട് ഡൗൺ സ്റ്റാർട്ട് ചെയ്തപ്പോൾ. പക്ഷെ മെറ്റിയോർ പേടിച്ചില്ല. The mice pushed back hard into their cages by the launch. എലികളെല്ലാം ശക്തിയോടുകൂടി കേജിൻ്റെ അടിഭാഗത്തേക്ക് പോയിട്ട് അമർന്നവിടെ വീണു അല്ലേ. അവിടെ അങ്ങനെ ഇരിക്കേണ്ടി വന്നു. കാരണം അതിൻ്റെ റോക്കറ്റ് പോകുമ്പോഴുള്ള ശക്തി കൊണ്ട്. ഓക്കെ, മൂന്നാമത്തെ ഇമേജ് നോക്കൂ. അതിന് വരുന്ന 2 പോയിൻ്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ദ അതർ മൈസ് ക്ലിങ് ടു ദെയർ കേജ് ഇൻ ടെറർ. എന്താണ് അവരുടെ കേജിൽ, അവരുടെ കൂട്ടിൽ അവർ മുറുക്കെ പിടിച്ചിരുന്നു അല്ലേ, പേടിച്ചിട്ട് അവിടെ പറ്റി പിടിച്ചിരുന്നു. ഓക്കെ, ബാക്കിയുള്ള മൈസൊക്കെ. മെറ്റിയോർ ലവ്സ് ദ ഫീലിംഗ് ഓഫ് വെയ്റ്റ്ലെസ്നെസ്. പക്ഷേ മെറ്റിയോറിന് അതൊന്നും പ്രശ്നമില്ലാണ്ട് ആ ഫീലിംഗ് വെയ്റ്റ്ലെസ്നെസ് എന്നുള്ള ഫീലിംഗ് വളരെ ഇഷ്ടമായിട്ട് അങ്ങനെ നടക്കലായിരുന്നു. ഓക്കെ, അതിലാണ്ട് ഇത്രയും കൂടി ഉണ്ട്. അടുത്ത ചിത്രം നോക്കി. മെറ്റിയോർ ഫൈൻഡ്സ് ദ കീ ആൻഡ് പുൾസ് ഇറ്റ് ഔട്ട് വിത്ത് ഓൾ ഹിസ് സ്ട്രെങ്ത്. അതിൻ്റെ ഉള്ളിൽ നിന്ന് മെറ്റിയോർ ആ താക്കോൽ കണ്ടുപിടിച്ചിട്ട് ഫുൾ ശക്തിയും കൊണ്ട് വലിച്ചിങ്ങെടുത്തു. ദ കമാൻഡർ പ്രൈസസ് മെറ്റിയോർ ഫോർ സേവിങ് ദ മിഷൻ. കമാൻഡർ അവൻ ഒരുപാട് പുകഴ്ത്തി അല്ലേ. ആ മിഷൻ തന്നെ സേവ് ചെയ്തുകൊണ്ട് അവൻ ഒരുപാട് പുകഴ്ത്തി. ഓക്കെ, ലാസ്റ്റത്തെ പിക്ചർ നോക്കിയേ. മെറ്റിയോർ ഈസ് ഡിക്ലെയർഡ് എ ഹീറോ ആൻഡ് ഗിവൺ എ ന്യൂ യൂണിഫോം വിത്ത് ദ ടൈറ്റിൽ മൗസ്ട്രോനോട്ട്. ഹീറോയെ ഡിക്ലെയർ ചെയ്തു, പിന്നെ ഒരു പുതിയ യൂണിഫോം കൊടുത്തു, മൗസ്ട്രോനോട്ട് എന്നുള്ള ടൈറ്റിലും കൊടുത്തു. പിന്നെയോ മെറ്റിയോർ സ്റ്റാർട്ടഡ് ഡ്രീമിങ് അബൌട്ട് ഹിസ് നെക്സ്റ്റ് ബിഗ് മിഷൻ. അടുത്ത വലിയ മിഷനെക്കുറിച്ച് മെറ്റിയോർ ഡ്രീം ചെയ്യുക, സ്വപ്നം കാണാൻ വേണ്ടി തുടങ്ങി. ഓക്കെ, അത്രയാണ് അതിൻ്റെ അകത്തുള്ള പോയിൻറ്റ്സ് കേട്ടോ. അടുത്ത ആക്ടിവിറ്റി 2 നോക്കി. ദ വേർഡ്സ് സ്പേസ്, ഷട്ടിൽ ആൻഡ് ആസ്ട്രോനോട്ട്സ് ആർ റിലേറ്റഡ് ടു സ്പേസ് മിഷൻ. ഓക്കെ, സ്പേസും ഷട്ടിലും ആസ്ട്രോനോട്ട്സ് എന്നുള്ള വേർഡ് സ്പേസ് മിഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേർഡ്സാണ്. ഹിയർ ആർ സം മോർ വേർഡ്സ് റിലേറ്റഡ് ടു സ്പേസ് ട്രാവൽ. സ്പേസ് ട്രാവലിനെ കൊണ്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചുകൂടെ വേർഡ്സ് ഇവിടെ തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദെയർ മീനിങ്സ് ആൻഡ് മേക്ക് എ സെൻറ്റൻസ് ഈച്ച്. അതിൻ്റെയൊക്കെ അർത്ഥം കണ്ടുപിടിച്ചിട്ട് അതിൻ്റെയൊക്കെ ഒരു സെൻറ്റൻസ് വെച്ച് ഉണ്ടാക്കാനാണ് പറയുന്നത്. ഓക്കെ, ആദ്യത്തത് സ്പേസ് ക്രാഫ്റ്റ്. സ്പേസ് ക്രാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എ സ്പേസ് ക്രാഫ്റ്റ് ഈസ് എ വെഹിക്കിൾ ദാറ്റ് ക്യാൻ ട്രാവൽ ഇൻ സ്പേസ്. സ്പേസിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ് സ്പേസ് ക്രാഫ്റ്റ്. ഓക്കെ, ബഹിരാകാശ പേടകം അല്ലേ മലയാളത്തിൽ. സയൻറ്റിസ്റ്റ് ബിൽഡ് സ്പേസ് ക്രാഫ്റ്റ് ടു എക്സ്പ്ലോർ സ്പേസ്. എന്തിനാണ് സയൻറ്റിസ്റ്റ് സ്പേസ് ക്രാഫ്റ്റ് ഉണ്ടാക്കുന്നത്? എക്സ്പ്ലോർ സ്പേസ്, ബഹിരാകാശമൊക്കെ കൂടുതലായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് സയൻറ്റിസ്റ്റ് അത് ഉണ്ടാക്കുന്നത്. ഓക്കെ, അതാണ് അതിൻ്റെ ഒരു സെൻറ്റൻസ് കൊടുത്തത്. ഓക്കെ, അടുത്തത് ലോഞ്ച്. ടു സെൻഡ് എ സ്പേസ് ക്രാഫ്റ്റ് ഇൻ ടു ദ സ്കൈ. ഓക്കെ, അതായത് സ്പേസിലേക്ക് അല്ലെങ്കിൽ സ്കൈയിലേക്ക് ഒരു
എന്താണ് സ്പേസ് ക്രാഫ്റ്റിനെ വിടുന്നതിനെയാണ് അല്ലെ സെൻഡ് ചെയ്യുന്നതിനെയാണ് എന്താണ് ലോഞ്ച് എന്ന് പറയുക. വിക്ഷേപണം എന്നുള്ള അർത്ഥമാണ് അവിടെ കേട്ടോ. ലോഞ്ചിന് ആക്ച്വലി എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നതിനും ലോഞ്ച് എന്ന് പറയും. ഓക്കെ, എന്തെങ്കിലും ഒരു ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഹി ലോഞ്ച്ഡ് എന്ന് പറയും. ഓക്കെ, ലോഞ്ച് ചെയ്യാന്ന് പറയും. ഓക്കെ, പക്ഷേ ഇവിടെ വിക്ഷേപണം എന്നുള്ള അർത്ഥമാണ്. ശരി കേട്ടോ. ഓക്കെ, ഒരു സെൻറ്റൻസ് നോക്കൂ. ദ സയൻറ്റിസ്റ്റ് വിൽ ലോഞ്ച് എ ന്യൂ റോക്കറ്റ് ഇൻ ടു സ്പേസ് ടുമോറോ. നാളെ എന്താണ് സയൻറ്റിസ്റ്റുകൾ പുതിയ ഒരു റോക്കറ്റ് ബഹിരാകാശത്തേക്ക് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അടുത്തത് ഓർബിറ്റ്. ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ഓർബിറ്റ് മീൻസ് ദ കർവ്ഡ് പാത്ത് വൺ ഒബ്ജക്റ്റ് ടേക്സ് അറൗണ്ട് അനദർ ഒബ്ജക്റ്റ് ഇൻ സ്പേസ്. നമുക്കറിയാം അല്ലേ ഓർബിറ്റ് എന്താണെന്ന് അറിയില്ലേ? ഭ്രമണപഥം. നമ്മൾ ആ ചിത്രം കണ്ടിട്ടുണ്ട് അല്ലേ? സൂര്യന് ചുറ്റും ഇങ്ങനെ ഒരുപാട് ഗ്രഹങ്ങൾ ചുറ്റുന്നത് കണ്ടിട്ടുണ്ട്. ആ ചുറ്റുന്ന ഒരു വളയത്തിനാണ് എന്ത് പറയുക? ഭ്രമണപഥം അഥവാ ഓർബിറ്റ് എന്ന് പറയാം. നമ്മൾ കണ്ടിട്ടുണ്ട്, സോഷ്യലിൽ പഠിക്കുന്നതാണത് അല്ലേ? യെസ്, പഠിച്ചിട്ടില്ലേ? ഉപഗ്രഹങ്ങളൊക്കെ പഠിച്ചിട്ടില്ലേ? ഓക്കെ ഉണ്ട്. യെസ്, ദ എർത്ത് മൂവ്സ് ഇൻ ആൻ ഓർബിറ്റ് അറൗണ്ട് ദ സൺ. ഭൂമി അതിൻ്റെ ഒരു ഓർബിറ്റിലാണ് സൂര്യന് ചുറ്റും കറങ്ങുന്നത്. ഓക്കെ, സ്കൈ വാക്ക്. When astronauts walk outside their spacecraft, it is called a skywalk. Okay, actually സ്പേസിൽ അവർ നടക്കുന്നതിന് സ്പേസ് വാക്ക് എന്നാണ് പറയുക കേട്ടോ. ഇവിടെ സ്കൈ വാക്ക് എന്ന് പറയുന്നുണ്ട്. സ്കൈ സ്പേസ് ആണ്, ആ അർത്ഥത്തിലാണ്. ഓക്കെ, സ്പേസ് വാക്ക് എന്നാണ് ആക്ച്വലി അതിൻ്റെ വേർഡ്. ഓക്കെ, സിൻസ് ഇവിടെ സ്കൈ വാക്ക് എന്ന് പറയുന്നതുകൊണ്ട് നമുക്കത് സ്കൈ വാക്ക് എന്ന് പഠിക്കാം കേട്ടോ. വെൻ ആസ്ട്രോനോട്ട്സ് വാക്ക് ഔട്ട്സൈഡ് ദെയർ സ്പേസ് ക്രാഫ്റ്റ്, അവിടെ സ്പേസിൽ എത്തിയതിന് ശേഷം ആ ബഹിരാകാശ യാത്രികർ ആ സ്പേസിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുന്നതിനെയാണ് സ്പേസ് വാക്ക് അഥവാ സ്കൈ വാക്ക് എന്ന് പറയുക. ഓക്കെ, അതിൻ്റെ ഒരു സെൻറ്റൻസ് നോക്കൂ. ആൻ ആസ്ട്രോനോട്ട് ഡിഡ് എ സ്പേസ് വാക്ക് ടു വർക്ക് ഔട്ട്സൈഡ് ദ സ്പേസ് ഷിപ്പ്. ആ സ്പേസ് ഷിപ്പിൻ്റെ അല്ലെ ആ വണ്ടിയുടെ അവരുടെ പോയ ബഹിരാകാശ പൈഡത്തിൻ്റെ പുറത്ത് എന്തോ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ആസ്ട്രോനോട്ട് എന്ത് ചെയ്തു? ഒരു സ്പേസ് വാക്ക് നടത്തി. എന്താണ് പറയുന്നത്? ഓക്കെ, അതിൻ്റെ ഒരു മലയാളം വേർഡ് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആവില്ല മക്കളെ, അതുകൊണ്ടാണ് ടീച്ചർ അവിടെ അത് എഴുതാത്തത് കേട്ടോ. റോക്കറ്റ്. എ റോക്കറ്റ് ഈസ് എ വെഹിക്കിൾ ദാറ്റ് ക്യാരീസ് പീപ്പിൾ ഓർ തിങ്സ് ഇൻ ടു സ്പേസ്. എന്താ റോക്കറ്റ്? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? ആൾക്കാരെയോ സാധനങ്ങളെയോ ഒക്കെ സ്പേസിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വാഹനമാണ് റോക്കറ്റ്. ഓക്കെ, അതിൻ്റെ ഒരു സെൻറ്റൻസ്, ദ റോക്കറ്റ് ഫ്ലൂ ഹൈ ഇൻ ടു ദ സ്കൈ. റോക്കറ്റ് വളരെ ആകാശത്തിലേക്ക് പറന്നു പോയി. ഓക്കെ, അടുത്ത നോക്കി മൂന്നാമത്തെ ആക്ടിവിറ്റി. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ആൻഡ് ദെയർ ഡിസ്ക്രിപ്ഷൻസ്. റൈറ്റ് ദ സ്യൂട്ടബിൾ വേർഡ് ഫോർ ഈച്ച് ഡിസ്ക്രിപ്ഷൻ. വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. ഒന്നാമത്തെ നോക്കൂ. ക്യാൻ ഹാൻഡിൽ ടൂൾസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ഈസിലി. എന്താണത്? ഗ്ലൗസ് ആണല്ലേ? GLOVES, ഗ്ലൗസ് ആണ്. അത് ആദ്യത്തെ ചിത്രം. ഓക്കെ, രണ്ടാമത്തെ നോക്കിയേ. ഹെൽപ്സ് ആസ്ട്രോനട്ട്സ് ടു വാക്ക് സേഫ്ലി ആൻഡ് സ്റ്റേ ബാലൻസ്ഡ്. ആസ്ട്രോനട്ട്സിന് ഈസി ആയിട്ട് നടക്കാനും ബാലൻസ് ചെയ്യാനൊക്കെ സഹായിക്കുന്ന സാധനമാണ് രണ്ടാമത്തെ ചിത്രം. എന്താണത്? ബൂട്ട്സ് ആണ് അല്ലേ? യെസ്, വലിയ ഷൂസാണത്. ഓക്കെ, അവിടെ സ്പേസിൽ നടക്കാനുള്ള സ്പെഷ്യൽ ഷൂസാണത്. ഓക്കെ, അടുത്ത നോക്കിയേ. കീപ്സ് ദ ബോഡി സേഫ് ആൻഡ് കംഫർട്ടബിൾ ബൈ മെയിൻറ്റെയിനിങ് പ്രഷർ. എന്താ പറയുന്നത്? ബോഡിയെ സേഫ് ആക്കുന്നു, എന്താണ് കംഫർട്ടബിൾ ആക്കുന്നു. എങ്ങനെ? ആ പ്രഷറൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ പ്രഷറും താപനിലയും ടെമ്പറേച്ചറൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമ്മുടെ ശരീരത്തെ സേഫ് ആക്കും. നമ്മുടെ മീൻസ് സ്പേസിൽ പോകുന്ന ആളുകളുടെ ശരീരത്തെ സേഫ് ആക്കുന്ന സാധനമാണ് അത്. എന്താണത്? സ്പേസ് സ്യൂട്ടാണ്. ഓക്കെ, അവിടെ പോകുമ്പോൾ ഇടേണ്ട ബഹിരാകാശ യാത്രികർ ഇടുന്ന പ്രത്യേകതരം ഡ്രസ്സാണ്. ഓക്കെ, അടുത്തത് നോക്കിയേ. പ്രൊട്ടക്ട് ദ ഐസ് ഫ്രം ബ്രൈറ്റ് സൺലൈറ്റ് ആൻഡ് ഹെൽപ്സ് വൺ സീ ക്ലിയർലി. കണ്ണിനെ രക്ഷിക്കുന്നതും, അതായത് കണ്ണിനെ ബ്രൈറ്റ് ലൈറ്റിൽ നിന്ന് രക്ഷിക്കുന്നതും പിന്നെ ക്ലിയറായി കാണാൻ പറ്റുന്നതും സഹായിക്കുന്നതുമായിട്ട് ഒരു സാധനമാണ് അത്. എന്താണത്? ഇറ്റ്സ് എ ഹെൽമെറ്റ് അല്ലേ? ഓക്കെ, അത്രയാണ് ആ പേജ്. ഓക്കെ, അടുത്ത നോക്കൂ. നാലാമത്തത്. റീഡ് ദ ക്ലൂസ് ഗിവൺ ബിലോ ആൻഡ് കംപ്ലീറ്റ് ദ ക്രോസ് വേർഡ് പസിൽ. യു ക്യാൻ റെഫർ ടു ദ സ്റ്റോറി മൗസ്ട്രോനോട്ട് വൺ ഹാസ് ബീൻ ഡൺ ഫോർ യു. ഓക്കെ, നമ്മുടെ പാഠത്തിൻ്റെ ബേസിൽ ഈ ഒരു പസിൽ കംപ്ലീറ്റ് ആക്കാനാണ് നമ്മോട് പറയുന്നത്. ഓക്കെ, ഒന്നാമത് അക്രോസ്. ഓക്കെ, ഒന്നാമത്തെ നോക്കി. ദർ ഈസ് ഗ്രേറ്റ് ഡാഷ് ഡ്യൂറിങ് ദ ലോഞ്ച്. എന്താണ്? ഒന്ന് വലത്തോട്ട് അല്ലേ? അക്രോസ് ആയിട്ടുള്ള നോക്കുക. ദർ ഈസ് ഗ്രേറ്റ് പ്രഷർ അല്ലേ? ഭയങ്കര പ്രഷർ. ലോഞ്ചിൻ്റെ ടൈമിൽ ഭയങ്കര പ്രഷർ ഉണ്ടായിരുന്നു. PRESSURE പ്രഷർ. ഓക്കെ, 4 വലത്തോട്ട് നോക്കിയേ. ദ അതർ മൈസ് ക്ലിങ് ടു ദെയർ കേജ് ഇൻ ടെറർ ബട്ട് മെറ്റിയോർ ലവ്സ് ദ ഫീലിംഗ് ഓഫ്. എന്താണ്? എന്തോന്ന് ഇഷ്ടമായിരുന്നു മെറ്റിയോർ. എന്താണ്? വെയ്റ്റ്ലെസ്നെസ്. യെസ്, 4 വലത്തോട്ട് നോക്കി. വെയ്റ്റ്ലെസ്നെസ്. ഓക്കെ, അവിടെ കൊടുത്തിട്ടുണ്ട് അത്. 6 വലത്തോട്ട് നോക്ക്. ദ നെയിം ഓഫ് ദ മൗസ്
ചോസൺ ഫോർ ദ മിഷൻ. ആ മിഷന് വേണ്ടി സെലക്ട് ചെയ്യപ്പെട്ട എന്താണ് എലിയുടെ പേര് എന്തായിരുന്നു? മെറ്റിയോർ കേട്ടോ. 6 വലത്തോട്ട് നോക്കൂ. 7 വലത്തോട്ട് ദ ആസ്ട്രോനോട്ട്സ് വർക്ക് ഇൻ ദിസ് ഓർഗനൈസേഷൻ. ഓക്കെ, അതായത് 7 വലത്തോട്ട് ആസ്ട്രോനോട്ട്സൊക്കെ ഈ ഒരു ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ നമ്മൾ പാഠത്തിൽ പഠിച്ചത് ഏതാണ്? നാസയാണ് അല്ലേ? ഓക്കെ, അമേരിക്കേൻ്റെ നാസ. അടുത്തത് ഡൗൺ, താഴോട്ടേക്കുള്ളതാണ്. 2 താഴോട്ടേക്ക് നോക്കുക. ദ വെഹിക്കിൾ ദാറ്റ് ക്യാരീഡ് ദ ആസ്ട്രോനോട്ട്സ് ആൻഡ് മൈസ് ഇൻ ടു സ്പേസ്. ആസ്ട്രോനോട്ട്സിനെയും മൈസിനെയും ഒക്കെ സ്പേസിലേക്ക് കൊണ്ടുപോയ വെഹിക്കിളിൻ്റെ പേരെന്താണ്? 2 താഴോട്ടേക്ക് ഏതാ? ഷട്ടിൽ അല്ലേ? സ്പേസ് ഷട്ടിലാണ്. ഇവിടെ ഷട്ടിൽ എഴുതാനുള്ള സ്ഥലമുള്ളത്, അപ്പോൾ ഷട്ടിൽ. 3 താഴോട്ടേക്ക് എ ടൈറ്റിൽ ഗിവൺ ടു മെറ്റിയോർ ആഫ്റ്റർ സേവിങ് ദ മിഷൻ. ആ മിഷൻ രക്ഷിച്ചതിന് ശേഷം മെറ്റിയോറിന് കൊടുത്ത ടൈറ്റിൽ എന്താണ്? 3 താഴോട്ടേക്ക് മൗസ്ട്രോനോട്ട്. ഓക്കെ. 5-മത്തത് ദ നമ്പർ ദാറ്റ് ബിഗിൻസ് ദ ലോഞ്ച് കൗണ്ട് ഡൗൺ. കൗണ്ട് ഡൗൺ തുടങ്ങുന്ന നമ്പർ ഏതാണ്? എത്രയെന്നാണ് താഴോട്ടേക്ക് തുടങ്ങുക? 10 എന്നല്ലേ? 10, 9 അങ്ങനെ വരിക. സോ 10 എന്നാണ് താഴോട്ടേക്ക് തുടങ്ങുക. 5 താഴോട്ടേക്ക് 10, TEN. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഈ പാഠത്തിൻ്റെ ആക്ടിവിറ്റീസും ആയിട്ടുണ്ട്. സോ ഈ പാഠവും കംപ്ലീറ്റ് ആയി, നമ്മുടെ യൂണിറ്റും ഇതോടുകൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ താങ്ക് യു മക്കളെ. ബൈ, സി യു.